നമസ്കാരം. മാമണ്ണെന്ന മലയാളികൾക്ക് ഒരല്പമെങ്കിലും ചിന്താശേഷിയുള്ള മലയാളികൾക്ക് ബുദ്ധിശക്തി കൂടുതലാണ് മലയാളികൾക്ക്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ടാൽ എന്താണ് എന്ന് തിരിച്ചറിയാൻ മലയാളിക്ക് കഴിവുണ്ട്. ഇനി മലയാളികൾ മുഴുവൻ മണ്ടന്മാരാക്കി കളയാം എന്ന് കരുതി കഴിഞ്ഞാൽ അത് നടക്കുകയുമില്ല. പക്ഷേ ചില രാഷ്ട്രീയ കക്ഷികളുടെ ഇപ്പൊ BJP ആയാലും CPM ആയാലും കോൺഗ്രസ് ആയാലും മുസ്ലിം ലീഗ് ആയാലും ഇതിന്റെയൊക്കെ ഏതിനെങ്കിലുമൊക്കെ ഭാഗമായി ഓരോ വ്യക്തികളും ചിലരെങ്കിലും നിൽക്കുന്നത് കൊണ്ട് ആ പാർട്ടിയുടെ ഭാഗമായി സംസാരിക്കേണ്ടി വരുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കേണ്ടി വരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ അവർക്ക് പോലും അവരുടെ പാർട്ടിയുടെയോ അല്ലെങ്കിൽ അവരുടെ നേതാവിന്റെയോ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാവും. അവർ മറച്ചു പിടിക്കുകയുള്ളൂ, ന്യായീകരിച്ച് മെഴുകാൻ ശ്രമിക്കുകയുള്ളൂ. ഇത്തരത്തിലുള്ള ഒരു മെഴുകലാണ് പാലക്കാട് നിന്ന് വരുന്നത്. ശോഭാ സുരേന്ദ്രന്റെ ന്യായീകരിച്ചു മെഴുകലാണ്. ശോഭാ സുരേന്ദ്രൻ ന്യായീകരിച്ചു മെഴുകുകയാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് അതിന്റെ പ്രാഥമിക ഘട്ടത്തിൽ ഏതൊരു സംഭവത്തിന്റെയും തുടക്കമുണ്ടല്ലോ, ആ തുടക്കത്തിൽ നമ്മൾ പ്രകടിപ്പിക്കുന്ന ചില പ്രകടന രീതികളുണ്ട്, പ്രതികരിക്കുന്ന രീതികളുണ്ട്. ആ രീതികൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിന്റെ ഒരു വസ്തുത എന്താണ് എന്ന്. ശോഭാ സുരേന്ദ്രൻ കാശ് കൊടുത്ത് വോട്ട് വാങ്ങാൻ അവിടുത്തെ പാലക്കാട് നിന്നും BJPക്ക് വോട്ടുകൾ നൽകാൻ വേണ്ടി പണം കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കാറിന് നേരെ, ആ കാറിന്റെ ഉള്ളിൽ ഇരുന്ന യുവാവിന് നേരെ, ചെറുപ്പക്കാരനെതിരെ ആ നിലയിൽ പ്രതികരിക്കില്ല. കുറച്ച് പാകതയും പക്വതയുമായിട്ട് പെരുമാറുള്ളൂ. കാരണം ശോഭാ സുരേന്ദ്രൻ അത്തരത്തിൽ പെരുമാറാൻ അറിയുന്ന ആളാണ്, അറിയാത്ത ആളല്ല. അതായത് അവർക്ക് വളരെ കാര്യമാത്ര പ്രസക്തമായി സംസാരിക്കാൻ അറിയാം, അതിലേറെ ആവേശകരമായി സംസാരിക്കാൻ അറിയാം, വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ സംസാരിക്കാൻ അറിയാം. അങ്ങനെയുള്ള ഒരു വ്യക്തി. ഇനി മണി സാറാണ് ഒരുപക്ഷെ, MM മണി ഉണ്ടല്ലോ, അദ്ദേഹമാണ് ഇത്തരത്തിൽ പെരുമാറിയിരുന്നെങ്കിൽ അദ്ദേഹം അത്തരക്കാരനാണ്. ആ രീതിയിലാണ് അദ്ദേഹം. ഒരു നാടനായതുകൊണ്ട് ആ രീതിയിൽ പെരുമാറും. അതിന്റെ തെറിവാക്കുകളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രകടനങ്ങളോ ആർക്കും ഒരു പരാതിയുമില്ല. ഇപ്പോ മീഡിയക്കാർ, പത്രക്കാരുണ്ടല്ലോ, പത്രക്കാരോട് നയനാർ സഖാബ് എങ്ങനെയാ പ്രതികരിച്ചിരുന്നത്? എടാ നോക്കടാ നിന്റെ പത്രത്തിൽ ഇങ്ങനെ വരുവടാ എന്ന് ചോദിക്കുമ്പോ ആ പത്രക്കാരന് തന്റെ എതിരാളിയായിട്ടുള്ള ഒരുപക്ഷെ മനോരമക്കാരനോടോ മറ്റോരായിരിക്കാം, അവർക്കൊന്നും നയനാർ സഖാവിനോട് യാതൊരു ദേഷ്യവും തോന്നിയിരുന്നില്ല. അതുപോലെ തന്നെ മണിയാശാനോട് ഉണ്ടാകുന്നത്. നമ്മള് വാർത്തകൾ ചെയ്യുമ്പോൾ മണിയാശാനെ ഒരുപക്ഷെ വിമർശിച്ച് പറയുമെന്നുണ്ടെങ്കിലും അദ്ദേഹം സ്വതസിദ്ധമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു സംസാരമാണത്. അതെല്ലാവർക്കും അറിയാം. പക്ഷെ ശോഭാ സുരേന്ദ്രൻ അങ്ങനെയല്ല. ശോഭാ സുരേന്ദ്രന് വളരെ മാന്യമായി സംസാരിക്കാൻ അറിയാം. അവർക്ക് ഒരുപാട് ജീവിത പശ്ചാത്തലങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ആ നിലയ്ക്ക് അവർ മര്യാദയ്ക്കാണ് സാധാരണ സംസാരിക്കാറ്. അങ്ങനെയുള്ള ഒരു വ്യക്തി കഴിഞ്ഞ ദിവസം പാലക്കാട് വോട്ടിന് വേണ്ടി പണം കൊടുത്ത തന്റെ കൂട്ടാളി, തന്റെ കൂടെ ഉണ്ടായിരുന്ന ആ വ്യക്തി പണം കൊടുത്തിട്ട് തിരിച്ചു വന്ന് അത് പിടിച്ചു, അതേക്കുറിച്ച് സംസാരിച്ചു, വീഡിയോ എടുത്തു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു അങ്കലാപ്പ്, അത് ജനം അറിയുന്നു എന്നുള്ള അങ്കലാപ്പിൽ ആ സകല കൺട്രോളും പോകും. അങ്ങനെ സകല കൺട്രോളും പോയിട്ടാണ് അവിടെ ശോഭാ സുരേന്ദ്രൻ കിടന്ന് സംസാരിച്ചത്. അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. അത് സകല പത്രക്കാർക്ക് മനസ്സിലായി. ആ വീഡിയോ കണ്ട സകലർക്കും മനസ്സിലായി, എല്ലാവർക്കും മനസ്സിലായി. ഇനി ന്യായീകരിച്ച് മെഴുകിട്ടെന്ന് ഒരു കാര്യമില്ല. പാർട്ടി മിക്കവാറും എല്ലാ പാർട്ടിക്കാരും കാശ് കൊടുക്കുന്ന എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് ഈ മലയോര വിഭാഗങ്ങൾ അല്ലെങ്കിൽ ആദിവാസി വിഭാഗങ്ങൾ, അവർക്കൊക്കെ അവരുടെ പേരിൽ കോടികൾ പറ്റിച്ചുകൊണ്ട് പോകുന്ന രാഷ്ട്രീയക്കാരാ. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഒരു 10-100 രൂപയും ഒരു ചെറിയൊരു മുണ്ടും അല്ലെങ്കിൽ ഒരു കുപ്പി മദ്യമൊക്കെ കൊണ്ട് കൊടുത്തിട്ട് അവരെ സന്തോഷിപ്പിച്ചിട്ട് അവരെ വോട്ട് വാങ്ങി കീശയിലാക്കി പോകുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്, സംഭവം എല്ലാവർക്കും അറിയാം. പക്ഷെ അതൊക്കെ അതീവ രഹസ്യമായിട്ടാണ്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഏതോ ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ എന്തിനും ഒരു ഒളിമറയൊക്കെ വേണ്ടേ? ആ ഒളിമറയമാണ് പാലക്കാട് പൊളിഞ്ഞു പോയത്. അതായത് പണം കൊടുത്ത് വോട്ട് വാങ്ങുന്നു, BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പണം കൊടുത്ത് വോട്ട് വാങ്ങുന്നു, അതിനുവേണ്ടി പണം കൊടുക്കാൻ അയാൾ ഏർപ്പാടാക്കി എന്ന് പച്ചയ്ക്ക് തെളിഞ്ഞു. അങ്ങനെ പച്ചയ്ക്ക് തെളിയാൻ കാരണം ശോഭാ സുരേന്ദ്രന്റെ അപ്പോഴത്തെ ആ പ്രതികരണമാണ്. ഒരുപക്ഷെ അവർ അതെനിക്കറിയില്ല, നോക്കട്ടെ, നമുക്കൊന്ന് പരിശോധിക്കാം, അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് തെറ്റാണ്, അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ മാന്യമായി, ചൂടാകാതെ, ബഹളം വെക്കാതെ ഒരു പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിരുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രനെ ജനം വിശ്വസിച്ചേനെ. പക്ഷെ അതല്ല ചെയ്തത്. അവിടെ നിന്നെ ഞാൻ കാണിച്ചു തരാം, നിന്റെ മൂക്കടിച്ച് പരിപ്പെടുക്കും, നിന്റെ മുഖം അടിച്ച് പരിപ്പാക്കും, പിന്നെ കൂടെ നിൽക്കുന്ന ഒരാൾ നിന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റും, ഇങ്ങനെ കുറെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിന്നെ അങ്ങ് മൂക്കിൽ കയറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുമ്പോ ആ സംഭവത്തിൽ, ആ പണം കൊടുത്ത സംഭവത്തിൽ കഴമ്പുണ്ട് എന്ന് തന്നെയാണ് ജനം വിശ്വസിക്കുന്നത്. അതിനെ എങ്ങനെ ന്യായീകരിച്ച് മെഴുകിയിട്ട് കാര്യമില്ല. ഏതായാലും ശോഭാ സുരേന്ദ്രനെ ന്യായീകരിച്ചു മെഴുകലുണ്ടല്ലോ, ആ മെഴുകലും കൂടെ നമുക്കൊന്ന് കേട്ടേക്കാം. വളരെ വേദനയോടെയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഇന്ന് തെരഞ്ഞെടുപ്പിൻ്റെ
കൊട്ടിക്കലാശം കഴിഞ്ഞതിന് ശേഷം നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസമാണ്. പിരായിരി പഞ്ചായത്തിൽ ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ അവിടുത്തെ ആളുകൾക്ക് കാണണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഒരു ക്യാൻസർ പേഷ്യൻ്റ് അദ്ദേഹത്തിൻ്റെ കുടുംബവും ചേർന്ന് നമ്മളെ കാണാൻ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഞങ്ങൾ പോകുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് സാമുദായിക സംഘടനയുടെ പല നേതാക്കന്മാരുടെയും വീട്ടിൽ കയറുക എന്നുള്ളതായിരുന്നു ഇന്നത്തെ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ എൻ്റെ ജോലി. എന്നാൽ വളരെ ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് നിങ്ങൾ കേരളം മുഴുവൻ മാധ്യമപ്രവർത്തകർ എന്താണ് സംഭവിച്ചത് എന്ന് പോലും അറിയുന്നതിന് മുൻപ് ഒരു സ്ത്രീ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ ഞാൻ തെരഞ്ഞെടുപ്പിൽ പണം കൊടുക്കുന്ന ഒരാളാക്കി എന്നെ വേട്ടയാടാൻ നിങ്ങൾ പരിശ്രമിച്ചതിൻ്റെ വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒന്ന്. രണ്ടാമതായിട്ട് പാലക്കാടിലെ വോട്ടർമാരെ മുഴുവൻ നിങ്ങൾ അപമാനപ്പെടുത്തി. കാരണം പാലക്കാടിലെ വോട്ടർമാർ പണം വാങ്ങി വോട്ട് ചെയ്യുന്നവരാണ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ആ വാർത്തകൾ അത്രയും സംപ്രേഷണം ചെയ്തത്. 1 മണിക്കൂറിലധികം സമയം ആ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് മുതൽ നിങ്ങൾ അവിടെ ചെന്ന് അന്വേഷിക്കണം. ആ ഓട്ടോ സ്റ്റാൻഡ് മുതൽ 1 മണിക്കൂറിലേറെ സമയം ഈ കാറ് എന്നെ ഫോളോ ചെയ്യുകയാണ്. ആ കാറിനകത്ത് 2 ചെറുപ്പക്കാർ ബാക്കിലിരിക്കുകയാണ്. ഒരു സ്ത്രീ മുഖം മറച്ച് ഒരു സ്ത്രീ ഫ്രണ്ടിൽ ആ കാറിലിരിക്കുകയാണ്. ഒരാൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ യാത്ര ചെയ്ത് ഓരോ സ്റ്റോപ്പിലും ഓരോ വീടിൻ്റെ മുന്നിലും ഞാൻ ഇറങ്ങുമ്പോൾ ആ കാറ് എൻ്റെ പിറകിൽ നിൽക്കുകയാണ്. എൻ്റെ ആദ്യത്തെ ചോദ്യം, എന്തിനാണ് ആ കാറ് ശോഭാ സുരേന്ദ്രനെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് ഇന്നത്തെ ദിവസം? ആ കാറിൻ്റെ ഫോട്ടോ ഞാൻ പുറത്തിറങ്ങി. ആ കാറിൻ്റെ ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്. നമ്പർ എൻ്റെ കയ്യിലുണ്ട്. രണ്ടാമതായിട്ട് ഇന്നലെ തന്നെ പാലക്കാടിലെ ജില്ലാ കളക്ടറുമായി ഞാനിപ്പോൾ സംസാരിച്ചു. പാലക്കാടിൻ്റെ ജില്ലാ കളക്ടറുമായി ഞാൻ ഇപ്പോൾ അല്പസമയം മുമ്പ് സംസാരിച്ചു. അപ്പോൾ ജില്ലാ കളക്ടർ എന്നോട് പറഞ്ഞത് ഇന്നലെ തന്നെ ശോഭാ സുരേന്ദ്രൻ പൈസ വോട്ടർമാർക്ക് കൊടുക്കുന്നതായിട്ടുള്ള പരാതി കളക്ടറുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം പരാതി തയ്യാറാക്കി, അത് കളക്ടർക്ക് കൊടുത്തു, ഫ്ലൈയിങ് സ്ക്വാഡിനെ റെഡിയാക്കി, പിന്നെ ഒരു കഥ തയ്യാറാക്കി. ഇതെല്ലാം ചെയ്തതിന് ശേഷമാണ് ആ കാറിലെ ചെറുപ്പക്കാർ, കാറിൻ്റെ മുൻസീറ്റിലിരുന്ന വ്യക്തി, ആ വ്യക്തിയുടെ പേരും ഡീറ്റെയിൽസും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരല്പസമയം വൈകിയത്. ഒരു മാധ്യമം ഞാൻ വരുന്നതിന് മുൻപ് തന്നെ നടയടി തുടങ്ങി. ശോഭാ സുരേന്ദ്രന് പാലക്കാട് ആകെ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടയടി നടത്തിക്കൊണ്ടാണ് എന്നെ സ്വീകരിച്ചത്. അതേ മാധ്യമം തന്നെയാണ് ഇന്ന് മീഡിയ ഗ്രൂപ്പിൽ പോസ്റ്റ് ആദ്യം ഇടുന്നത്. അപ്പോൾ ഒരാൾ കഥയുണ്ടാക്കുന്നു, തിരക്കഥ വേറൊരാൾ അതിന് സഹായം ചെയ്തു കൊടുക്കുന്നു, അതൊരു മീഡിയ പ്രവർത്തകൻ പോസ്റ്റ് ചെയ്യുന്നു. എന്നാൽ ഒരല്പമെങ്കിലും ഒരു മര്യാദ ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കുകയാണ്. ഒരു ചെറിയ എൻ്റെ ഭാഗം കേൾക്കാൻ, എന്താണ് ആ റോഡിൽ ഉണ്ടായത്, എന്താണ് സംഭവിച്ചത് എന്ന് പോലും എൻ്റെ ഭാഗം കേൾക്കാതെ ഇന്ന് കേരളത്തിൽ ഈ നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസം അങ്ങേയറ്റം എന്നെ വ്യക്തിപരമായി അപമാനിക്കുന്ന രീതിയിലാണ് നിങ്ങൾ ഈ വാർത്ത കൊടുത്തത്. ഈ വാർത്തയെ തുടർന്ന് എന്ത് സംഭവിച്ചു? നിങ്ങളെല്ലാവരും ആ അമ്മയെ കാണാൻ പോയി. ആ അമ്മയെ കാണാൻ പോയിട്ട് അമ്മയെ തലങ്ങും വിലങ്ങും. അപ്പോഴേക്കും മാർക്സിസ്റ്റുകാർ പോകുന്നു, കോൺഗ്രസിൻ്റെ ആളുകൾ പോകുന്നു, ആ വീട്ടിൽ അമ്മയെ പ്രഷർ ചെയ്യിക്കുന്നു, അത് പറയണം ഇത് പറയണം, എന്നിട്ട് പല ചോദ്യങ്ങളും ചോദിച്ചു. എന്തെങ്കിലും ഒരു തൊണ്ടി നിങ്ങൾക്ക് കിട്ടിയോ? ആ അമ്മ എന്താ പറഞ്ഞത്? എൻ്റെ കയ്യിൽ ഒരാളും പണം തന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ കഥ പോയി. രണ്ടാമത്തെ എൻ്റെ പോയിന്റ്, ഞാൻ നിങ്ങളെ ഒരു വിഷ്വൽ കാണിക്കാം. ഒരു ചെറുപ്പക്കാരൻ, ഒരു 22-23 വയസ്സുള്ള ഒരു കുട്ടി സ്വന്തം അമ്മയുടെ പ്രായമുള്ള എന്നെ നോക്കി സെക്ഷലി ഹറാസ്മെൻറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരാക്ഷൻ 3 തവണ കാണിച്ചാൽ ഞാൻ കാറ് നിർത്തി അവൻ്റെ അരികിലേക്ക് ചെല്ലണ്ട എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇന്നലെ രാത്രിയിൽ ചന്ദ്രനഗർ വീടിൻ്റെ മുന്നിൽ നീ എന്താണ് വന്നത് എന്ന് ഞാൻ അവനോട് ചോദിക്കുന്നുണ്ട്. എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. എന്തിനാണ് ഞാൻ താമസിക്കുന്ന വീടിൻ്റെ മുന്നിലേക്ക് രാത്രി 11:30 മണിക്ക് ആ ചെറുപ്പക്കാരൻ വന്നത്? ആരായിരുന്നു അവൻ്റെ കൂടെ ഉണ്ടായിരുന്നത്? അയാളുടെ പേര് ഞാൻ ഇപ്പോൾ കളക്ട് ചെയ്യായിരുന്നു. കാറിലുള്ള വിനേഷ് സർഗ എന്നാണ് ഇവൻ്റെ പേര്. കാറിലുണ്ടായിരുന്ന വ്യക്തിയുടെ പേര് വിനേഷ് സർഗ. പോലീസ് 420 കേസ് ഇട്ടിട്ടുള്ള ഒരാളാണ്. ഈ 100 കണക്കിന് ആളുകളെ ഒരു കോപ്പറേറ്റീവ് സഹകരണ സംഘത്തിലൂടെ പറ്റിച്ച ഒരാളാണ്. നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ FIRൻ്റെ കോപ്പി
എല്ലാം തരാം. നിരവധിയായിട്ടുള്ള കേസുകളിൽ പ്രതിയായ ക്രിമിനൽ സംഘങ്ങളെ കൂടെ കൂട്ടി നടക്കുന്ന, നാട്ടിൽ പകൽ വെളിച്ചത്തിൽ മുങ്ങി നടക്കുന്ന ഒരാൾ ഒരു കാറിൽ 2 ഗുണ്ടകളെയും കയറ്റി സ്വന്തം അമ്മയ്ക്ക് തുല്യമായിട്ട് കാണുകയും ചിരിക്കുകയും മിണ്ടുകയും ചെയ്യേണ്ട ഒരു സ്ത്രീയെ വളരെ മോശമായ രീതിയിൽ ആംഗ്യം കാണിച്ചതുകൊണ്ടാണ് ഇതാ ഈ നിൽക്കുന്ന പ്രമിള ചേച്ചിയെ മാധ്യമപ്രവർത്തകർക്ക് കാലം എത്രയായിട്ട് അറിയാം. എവിടെയെങ്കിലും ഒരു ചെറുപ്പക്കാരനോട് ഒരു ദേഷ്യത്തിൻ്റെ ഭാഷയിൽ ചേച്ചി സംസാരിക്കുന്നത് ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്നാൽ ഇന്ന് ചേച്ചിയുടെ വിഷ്വൽ ഞങ്ങൾ എടുത്ത വിഷ്വൽ ഞാൻ മാധ്യമപ്രവർത്തകർക്ക് ഇപ്പോൾ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ, വളരെ മോശമായ രീതിയിൽ ബിഹേവ് ചെയ്തതുകൊണ്ടാണ് ആ കാറിനരികിലേക്ക് ഞാൻ കടന്നു ചെന്നത്. ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്, വൃത്തികെട്ട രീതിയിൽ, മോശമായ രീതിയിൽ, വളരെ ഒരു സ്ത്രീയും കണ്ടാൽ വേദനിക്കുന്ന രീതിയിൽ, അതേത് തല കെട്ടിയ കൊമ്പനാണെങ്കിലും, നിങ്ങൾക്കുമുണ്ടല്ലോ അമ്മമാർ, നിങ്ങൾക്കുമുണ്ടല്ലോ സഹോദരിമാർ, ശോഭാ സുരേന്ദ്രൻ ഡോറ് തുറന്ന് പുറത്ത് ചെന്നിരിക്കും, ഒരു തർക്കവും വേണ്ട. പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് ഉടൻ തന്നെ ഈ ചെറുപ്പക്കാരനെ കൊണ്ട് ചെയ്യിച്ചതാണ് ഈ വിനേഷിനെയാണ് കസ്റ്റഡിയിൽ എടുക്കേണ്ടത്. ഞാൻ ആ ചെറുപ്പക്കാരനെതിരെ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ പരാതി തയ്യാറാക്കിയിട്ടുണ്ട്. പരാതി ഞങ്ങൾ പോലീസിന് മെയിലായിട്ട് അയച്ചിട്ടുണ്ട്. രേഖാമൂലം ഞാനിപ്പോൾ പോലീസിനെ കാണും, പരാതി കൊടുക്കും. തെരഞ്ഞെടുപ്പിൻ്റെ ഇലക്ഷൻ കമ്മീഷന് ഞാൻ പരാതി കൊടുക്കും. ഈ ഉണ്ടാക്കിയിട്ടുള്ള വിവാദങ്ങൾ അത്രയും ഉണ്ടയില്ലാ വെടികളാണ്. ആ ഉണ്ടയില്ലാ വെടിവെച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ വിജയം പാലക്കാട് ഉറപ്പായപ്പോൾ അത് സഹിക്കാൻ വയ്യാത്തവരാണ് ഇങ്ങനെ ഒരു കഥയുമായി പുറത്തു വന്നിട്ടുള്ളത്. എന്താണ് നിലനിൽക്കുന്ന തെരഞ്ഞെടുപ്പ് ചട്ടം എന്നറിയാതെ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കാൻ വരുന്ന ഒരാളല്ല നിങ്ങളുടെ ശോഭാ സുരേന്ദ്രൻ. ഇതെൻ്റെ 10ാമത്തെ തെരഞ്ഞെടുപ്പാണ്. 9 തെരഞ്ഞെടുപ്പുകളിലും നിങ്ങൾ എന്നെ കേരളത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ 10ാമത്തെ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ ഞാൻ വിജയിക്കുമെന്നായപ്പോൾ ഇന്നലെ ഒരു തിരക്കഥ തയ്യാറാക്കി കൊടുത്ത് ഇന്ന് എൻ്റെ കാറിൻ്റെ പിറകിൽ മണിക്കൂറുകൾ ഫോളോ ചെയ്യാൻ ആരാണ് അനുവാദം കൊടുത്തത്? ആരാണ് ഏൽപ്പിച്ചത്? അവരാരാണ്? എവിടെ നിന്ന് വന്നവരാണ്? ഏത് ചെറുപ്പക്കാരാണ്? നിങ്ങൾ എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾ കൂടെ നിൽക്കണം, അതെനിക്ക് തെളിയിക്കണം. ഇതാണ് എനിക്ക് നിങ്ങളോട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനുള്ളത്. വിനേഷിന്റെ ഇടതുഭാഗത്ത് ഒരു സ്ത്രീ ഇരുന്നു. ഞാൻ അവരോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ കാണിക്കാം. ആ സ്ത്രീ തല കുനിച്ചിരിക്കുകയാണ് കുറ്റവാളിയെ പോലെ. അല്ല, ആ ബാക്ക് എനിക്ക് ആ കുട്ടി ആരാണെന്ന് അറിയില്ല. അത് കണ്ടുപിടിക്കണം, പോലീസാണ് കണ്ടുപിടിക്കേണ്ടത്. Different angles. Don't forget to subscribe and support this channel.